ഉപ്പു തിന്നവർ വെള്ളം കുടിക്കുമെന്ന് പിണറായി വിജയൻ ഇടയ്ക്കിടെ പറയാറുണ്ട്. അത് അച്ചട്ടാകുന്നു. പിണറായിയും മകളും ഇപ്പോൾ വല്ലാണ്ട് വെള്ളം കുടിക്കുന്നുണ്ട്. എത്ര വെള്ളം കുടിച്ചിട്ടും വീണ്ടും വീണ്ടും തൊണ്ട വരളുന്ന അവസ്ഥയാണ്. കപ്പിത്താനിലേക്ക് തന്നെ ED എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഉടൻ തന്നെ സമൻസ് അയച്ചേക്കും. അതായത് ചോദ്യം ചെയ്യലിന് ഉടൻ പിണറായിയെ വിളിപ്പിക്കും, തൂക്കിയെടുക്കും എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. എന്നാൽ ഈ പുറത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ അന്തം കമ്മികൾ, അതായത് ജയിലിനകത്ത് കിടക്കുന്ന കുറച്ച് അന്തം കമ്മികൾ ഉണ്ടല്ലോ, അവരിപ്പോൾ കൂട്ടക്കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ഈ ഫ്രോഡുകൾക്ക് വേണ്ടിയാണോ ഞങ്ങൾ അകത്ത് കിടക്കുന്നത് എന്നാണ് ആ മണ്ടന്മാർ കരയുന്നത്. IP ബിനു ഉൾപ്പെടെ 25ഓളം CPM പ്രവർത്തകരാണ് EDയെ ആക്രമിച്ച കേസിൽ അകത്ത് കിടക്കുന്നത്. ആയ കാലത്ത് ഇനി അവന്മാർ പുറത്തിറങ്ങില്ല. ഇവിടെ അവർക്ക് പറ്റിയ മണ്ടത്തരം എന്തൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അറസ്റ്റിലായി ജയിലിൽ കിടക്കുന്നവരിൽ സാധാരണക്കാരായ പ്രവർത്തകരാണ്. അതായത് സാധാരണക്കാരിൽ സാധാരണക്കാർ. അതിലൊരാളുടെ വീടിൻ്റെ അവസ്ഥ, ദയനീയാവസ്ഥ നമ്മൾ കണ്ടല്ലോ. അപ്പോഴും പിണറായി വിജയനും മകളുമൊക്കെ പട്ടുമെത്തയിൽ AC ഒക്കെ കൊണ്ട് കിടന്നുറങ്ങുന്നതായിരുന്നു കാഴ്ച. ഈ പറയുന്നവന്മാർ അകത്തായതോടെ ആർക്കാണ് നഷ്ടപ്പെട്ടത്? ആ കുടുംബങ്ങൾക്ക്. കാരണം അന്നന്നത്തെ ജോലിയുടെ കൂലിയും കൊണ്ട് കഴിഞ്ഞു പോകുന്ന കുടുംബങ്ങളാണ് ഇതൊക്കെ. അവർക്ക് വലിയ പ്രിവിലേജുകളൊന്നുമുള്ള മനുഷ്യരല്ല, വലിയ സാമ്പത്തിക ശേഷിയുള്ളവരല്ല. ഈ പറയുന്ന ഇവർ കൊടിയും പിടിച്ച് CPMന് വേണ്ടി പുറത്തേക്കിറങ്ങി നേതാക്കന്മാരുടെ മക്കൾക്ക് വേണ്ടിയും തല്ലുകൊള്ളുന്ന ഒരു കൂട്ടമാണ് അന്തം കമ്മികൾ എന്ന് നമുക്ക് അവരെ പറയാം. കാരണം കുറച്ചെങ്കിലും ബോധമുണ്ടായിരുന്നെങ്കിൽ ഈ പണിക്ക് അവന്മാർ പോകില്ലായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ മകളെ ചോദ്യം ചെയ്യാൻ വന്നപ്പോൾ ഈ പറയുന്ന തലമുതിർന്ന നേതാക്കളൊക്കെ രംഗത്തേക്കിറങ്ങി EDയുടെ കാറ് തല്ലിപ്പൊളിക്കാഞ്ഞത്? അതിനുവേണ്ടി എന്തിനാണ് ഈ പ്രവർത്തകരെ മാത്രം ഉന്തിത്തള്ളി മുന്നിലേക്ക് വിട്ടത്? പോയി നേതാക്കന്മാർക്ക് അങ്ങ് തല്ലിപ്പൊളിക്കാമായിരുന്നല്ലോ. അവർക്ക് ബുദ്ധിയുണ്ട്. കാരണം അവർ നേരിട്ട് പോയി EDയുടെ കാറ് തല്ലിപ്പൊളിക്കുകയും ED ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുകയും ചെയ്താൽ അകത്ത് കിടക്കും എന്ന് നേതാക്കന്മാർക്കറിയാം. ഈ പറയുന്ന അന്ന് അവിടെ മുൻപിലുണ്ടായിരുന്ന നേതാക്കന്മാരൊക്കെ ഉണ്ടല്ലോ, ജോൺ ബ്രിട്ടാസ് MP ആണ്, കസേര തെറിക്കുമെന്നറിയാം EDയെ ആക്രമിച്ച കേസിൽ അകത്തായി കഴിഞ്ഞാൽ. പിന്നെ MLA മാരൊക്കെയാണ്. കസേര കളയാൻ ഈ നേതാക്കന്മാരാരും തയ്യാറല്ല. അതുകൊണ്ട് നൈസായിട്ട് അവര് മുന്നിൽ നിന്നുകൊണ്ട് ഞങ്ങൾ മുന്നിൽ നിൽക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് പിന്നോട്ട് വലിഞ്ഞിട്ട് ആഹ്വാനം കൊടുത്തു, പോയി അങ്ങ് തല്ലി പൊളിച്ചു കൊള്ളാൻ. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഈ മണ്ടന്മാർ ഇറങ്ങിച്ചെന്ന് ED വന്ന കാർ ആക്രമിക്കുന്നു, ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നു. എന്നിട്ട് എന്തായി? നിങ്ങൾ അവരെ ആക്രമിക്കാൻ ചെന്നിട്ട് നിങ്ങൾ അകത്ത് കിടക്കുന്നു എന്നുള്ളതല്ലാതെ എന്താണ് സംഭവിച്ചത്? നമുക്ക് രാഷ്ട്രീയമാകാം, പക്ഷേ രാഷ്ട്രീയ അന്ധതയായിക്കൂടാ. ഇപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനമാണെങ്കിൽ കൂടി ആ പ്രസ്ഥാനം തെറ്റ് ചെയ്താൽ ആദ്യം ശബ്ദം ഉയർത്തേണ്ടത് ആ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അതിന് മികച്ച ഉദാഹരണമായിട്ട് നമുക്ക് ഉയർത്തി കാണിക്കാൻ ഇന്നത്തെ കാലത്ത് കഴിയുന്ന ആൾക്കാരാണ് കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും G സുധാകരനുമൊക്കെ. പാർട്ടിയിലെ ക്രിമിനൽ വൽക്കരണത്തിനെതിരെ അവർ ശബ്ദമുയർത്തി. അവർ ആവർത്തിച്ച് ശബ്ദമുയർത്തിയിട്ടും അത് പാർട്ടി കേൾക്കാതെ വന്നതോടെയാണ് അവർക്ക് പുറത്തേക്ക് ഇറങ്ങി സത്യങ്ങൾ വിളിച്ചു പറയേണ്ടി വന്നത്. അങ്ങനെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ എന്താണ് അവർക്ക് തിരിച്ചു കിട്ടിയത്? ജനം അവർക്കൊപ്പം നിന്നു. ജനങ്ങൾ അവരെ വിജയിപ്പിച്ച് MLA മാരാക്കി നിയമസഭയിലേക്ക് വിട്ടു. അവർക്കൊപ്പം അണിനിരക്കുന്ന ഒരു കൂട്ടം CPMകാരുണ്ട്. ആ സമയത്ത്, അതായത് ED ഉദ്യോഗസ്ഥരെ CPMകാർ ആക്രമിച്ച സമയത്ത് രംഗത്തേക്ക് വന്നു നിന്ന് അതിനെ വിമർശിച്ച ഒരു കൂട്ടം CPMകാരുണ്ട്. എന്തിനാണ് പിണറായി വിജയന്റെ മകളെ ചോദ്യം ചെയ്യാൻ വരുമ്പോൾ ഈ CPMന്റെ ആൾക്കാരെ പുറത്തേക്ക് ഇറക്കി വിട്ട് കലാപം ഉണ്ടാക്കുന്നത്? എന്തിനാണ് CPM പ്രവർത്തകരെ തല്ലുകൊള്ളിക്കുന്നത് എന്നുള്ള ചോദ്യം ഉയർന്നു. പിണറായി വിജയനായിരുന്നു അതിന് മറുപടി പറയേണ്ടിയിരുന്നത്. പക്ഷെ പിണറായി വിജയൻ മറുപടി പറഞ്ഞില്ല. പകരം MV ഗോവിന്ദൻ വന്നു നിന്ന് വലിയ ഗീർവാണമടിയായിരുന്നു. മകളിലൂടെ അച്ഛനിലൂടെ പാർട്ടിയെ വേട്ടയാടുന്നുവെന്ന്. എന്തുണ്ടയാണ്? എന്നിട്ടാണോ ഇപ്പോൾ പിണറായി വിജയനെ പോലും ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് ED കടക്കുകയാണ്? ഒരു ഉണ്ടയും ഇല്ലാതെ ED ഇങ്ങനെ പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ വരുമോ? അങ്ങനെ നിസ്സാരക്കാരനായിട്ടുള്ള ഒരാളല്ലല്ലോ പിണറായി വിജയൻ. ഇന്ന് ED വന്ന് അങ്ങ് ചോദ്യം ചെയ്യാനായിട്ട് അവർക്ക് മതിയായ തെളിവുകൾ അവരുടെ പക്കലുള്ളത് കൊണ്ടാണ്, സംശയം അവർക്ക് തോന്നിയത് കൊണ്ടാണ് പിണറായി വിജയന്റെ മകളെ 3 തവണ ചോദ്യം ചെയ്തതും ആ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ, കിട്ടിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കയ്യിൽ കറ പറ്റിയിട്ടുണ്ട്, മടിയിൽ കനമുണ്ട്. അതാണ് കാര്യം. അവിടെയാണ് ഈ ജയിലിൽ കിടക്കുന്ന മണ്ടന്മാർ ഇപ്പോൾ കരയുന്നു എന്ന് നമ്മൾ പറയുന്നത്. കാരണം ഈ ഫ്രോഡുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇവന്മാരുടെ ഭാവി കൊണ്ടുപോയി തൊലച്ചത്. പോയപ്പോൾ ആർക്ക് പോയി? ആ കുടുംബങ്ങൾക്ക് പോയി എന്നല്ലാതെ മറ്റെന്താണ് നമുക്ക് പറയാൻ കഴിയുക? ആ കുടുംബത്തിലെ അമ്മമാർ, അതായത് ഇന്നിപ്പോൾ ജയിലിൽ കിടക്കുന്ന ഈ അന്തംഗമികളുണ്ടല്ലോ, അവരുടെ മാതാപിതാക്കൾ AKG സെന്ററിൽ പോയി കരയുകയാണ്, ഞങ്ങളുടെ മക്കളെ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്.
എങ്ങനെ രക്ഷിക്കാനാണ്? കേന്ദ്ര ഏജൻസിയെ ആക്രമിച്ച കേസാണ്. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. ഉടനെ ഒന്നും പുറത്തിറങ്ങില്ല എന്ന് സാരം. നമ്മൾ എന്തെല്ലാം, അതായത് വീണയുടെ മാസപ്പടിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വിവരങ്ങൾ പുറത്തേക്ക് വന്നു. പിണറായി വിജയൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിണറായി വിജയന്റെ മകൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പിണറായി തയ്യാറാകണമെന്ന് എന്തുകൊണ്ട് ഒരു നേതാക്കൾ പോലും പറഞ്ഞില്ല? ഇവിടെ ബിനീഷ് കോടിയേരിക്കെതിരെ ആരോപണം വന്നപ്പോൾ, ബിനീഷ് കോടിയേരിയെ തൂക്കി ജയിലിലിട്ടപ്പോൾ അന്ന് കോടിയേരിക്കെതിരെ വലിയ ഡയലോഗ് അടിച്ച പിണറായി എന്തുകൊണ്ട് ഇന്ന് സ്വയം ഒരു ധാർമ്മികത കാണിക്കുന്നില്ല? അന്ന് പിന്നെ കോടിയേരി ബാലകൃഷ്ണന് കുറച്ചെങ്കിലും അന്തസ്സുള്ളത് കൊണ്ട് ആ മനുഷ്യൻ പദവി രാജിവെച്ച് മാറി നിന്നു. മകനെതിരെ ആരോപണം വന്നിട്ടുണ്ടെങ്കിൽ, കേസ് വന്നിട്ടുണ്ടെങ്കിൽ അവനെതിരെ നേരിടട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ പിണറായി വിജയൻ എന്താണ് ചെയ്യുന്നത്? എല്ലാ കാലത്തും മകൾക്കെതിരെ ആരോപണം വരുമ്പോൾ പാർട്ടിയെ ഇറക്കിവിട്ട് അതിനെ നേരിടാൻ നോക്കുന്നു. അത് തന്നെ ഒരു ഊച്ചാളിത്തരമാണ്. എന്നിട്ട് പറയുന്നതോ ഇരട്ടച്ചങ്കനാണെന്ന്. ഇരട്ടച്ചങ്കനാണെങ്കിൽ മകൾക്കെതിരെ ആരോപണം വരുമ്പോൾ ഒരു പാർട്ടി നേതാവ് എന്ന നിലയിൽ നിങ്ങളൊരു CPM-കാരനായിരുന്നുവെങ്കിൽ എന്ത് നിലപാടായിരുന്നു എടുക്കേണ്ടിയിരുന്നത്? മകളുടെ കാര്യത്തിൽ കേസ് വന്നിട്ടുണ്ടെങ്കിൽ അവൾ അതിനെ നിയമപരമായി നേരിടട്ടെ എന്ന് എന്തുകൊണ്ട് പറയാനുള്ള നട്ടല് പിണറായി വിജയൻ കാണിക്കുന്നില്ല? അവിടെയാണ് നമ്മൾ ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ തന്നെ പിണറായിയാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് കൈകഴുകാൻ കഴിയുന്നത്? CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിക്കെതിരെ നിർണായക തെളിവുകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിരിക്കുന്നത്. ഇൻവോയ്സ് ഇല്ലാതെയും വീണ CMRL നിന്ന് ലക്ഷങ്ങൾ കൈപ്പറ്റിയെന്നാണ് കണ്ടെത്തൽ.